നമസ്കാരം. എല്ലാവരും സേഫായി സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് ഒരു ടൂട്ടി ഫ്രൂട്ടി കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ടെക്സ്ചറുള്ള നല്ലൊരു കേക്കാണിത്. ഇതിനായി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1 കപ്പ് മൈദ, ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, ഉപ്പ് 1 നുള്ള്, മുട്ട വേണം 3 എണ്ണം, പഞ്ചസാര 1/2 കപ്പ്, ബട്ടർ എടുത്തിട്ടുണ്ട് 1/2 കപ്പാണ് വേണ്ടത്. ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. വാനില എസൻസ് വേണം 1/4 ടീസ്പൂൺ, പാല് 2 ടേബിൾ സ്പൂൺ, ടൂട്ടി ഫ്രൂട്ടി 3 ടേബിൾ സ്പൂൺ. ഇത്രയാണ് വേണ്ടത്. ആദ്യം നമുക്ക് അവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യാനുള്ള പാനും ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള ഉപ്പും ചേർത്ത് 3 തവണ അരിച്ച് വയ്ക്കാം. ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാവ് ടൂട്ടി ഫ്രൂട്ടിയിൽ ചേർക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നമ്മൾ 3 തവണ ഇതുപോലെ അരിച്ചെടുക്കാം. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായി ആദ്യം വൃത്തിയുള്ള ഒരു ബൗൾ എടുക്കുക. നനവൊന്നും ഇല്ലാത്ത ബൗളായിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിലും എല്ലാം നനവില്ലാതെ നോക്കുക. ഇനി ഇത് ലോ സ്പീഡിൽ നമുക്കൊന്ന് 2 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഒന്ന് പതിഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറേശ്ശെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ട് വേണമെങ്കിലും നമുക്കിതിലേക്ക് ബീറ്റ് ചെയ്യാവുന്നതാണ്. പൊടിച്ചെടുക്കുന്ന സമയത്ത് 1/2 കപ്പ് പഞ്ചസാര എന്നുള്ളത് ഏകദേശം 1 കപ്പോളം ആയി കിട്ടും. ഇതുപോലെ കുറേശ്ശെ പഞ്ചസാര ചേർത്ത് പഞ്ചസാര നന്നായി അലിയുന്നവരെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ലൈറ്റ് കളറായി വരും. പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞ് റൂം ടെമ്പറേച്ചറിലേക്ക് ആയ ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ എടുക്കുന്ന ബൗളും ബീറ്ററും നമ്മുടെ കയ്യിലും ഒന്നും ഈർപ്പം ഇല്ലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമാണ് നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ടെക്സ്ചറിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതും റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ടായിരുന്നതാണ്. ഇതിലേക്ക് ചേർക്കുന്ന മുട്ടയും എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിട്ടുള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബട്ടർ ഒന്ന് മിക്സായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് യോജിച്ച് കിട്ടുമ്പോൾ ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. 2-3 ബാച്ചസായി ഇത് ഫോൾഡ് ചെയ്തെടുക്കണം. പകുതി ചേർത്ത ശേഷം നമുക്കിതിലേക്ക് പാലും ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു ടൂട്ടി ഫ്രൂട്ടിയിൽ ചേർക്കാനായിട്ടാണ്. ടൂട്ടി ഫ്രൂട്ടി ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ടൂട്ടി ഫ്രൂട്ടി എല്ലാം താഴേക്ക് പോയി അടിഞ്ഞിട്ടുണ്ടാവും. അത് ഒഴിവാക്കാനാണ് നമ്മൾ മാവിലൊന്ന് കോട്ട് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവർ മിക്സ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. മാവിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാനിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം ഇതിന് മുകളിലായി ടൂട്ടി ഫ്രൂട്ടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇത് 180 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് യമ്മി ടൂട്ടി ഫ്രൂട്ടി കേക്ക് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായും ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കാതിരിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഈസി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായി സന്തോഷമായിരിക്കുക. താങ്ക് യു.